ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചണിൽ വന്നോളൂ. അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചണിൽ ഒരു യാത്രയും കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീച്ചിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ, അതിൻ്റെ വിശേഷങ്ങളൊന്നൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ പള്ളിക്കര ബീച്ചിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിയാണ്. അപ്പോൾ തിരിയുന്നിടത്ത് അവിടെ വണ്ടിയൊക്കെ ഇങ്ങനെ ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കാര്യം അന്വേഷിക്കുമ്പോൾ പറഞ്ഞ് അങ്ങനെ ബീച്ചിലോട്ടൊക്കെ ഒന്നും വിടുന്നില്ല, ഇന്ന് കടൽക്ഷോഭമാണ്. കളക്ടർ നിയമപ്രകാരം ഇന്ന് ഞമ്മൾക്ക് ബീച്ചിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ റെഡ് ബോണിൽ പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്ന് ഇന്ന് തിക്കനാട് കടൽപ്പുറത്ത് ഇങ്ങനെ കയറി. അപ്പോൾ അവിടെ ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നതാണ്. അപ്പം ഞങ്ങൾ ദൂരത്ത് നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാനും മറക്കരുത്. പിന്നെ ബെല്ലെന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അങ്ങനെ ഇതാ നമ്മൾ കാണുന്നുണ്ടല്ലോ, തിരമാലകൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. കടൽക്ഷോഭമായത് കൊണ്ടാണ്. പിന്നെ 2 ദിവസത്തേക്ക് കടലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് മീൻപിടുത്തക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇന്ന് കടൽക്ഷോഭമാണ്. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസം ഒന്നും മീൻപിടുക്കാനൊന്നും പറ്റില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ.
നിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ മണലൊക്കെ ഇങ്ങനെ വാരി ഒരിടത്ത് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് തിരമാലകൾ വന്ന് അവരെ മണലൊക്കെ വാരിപ്പോയി. അങ്ങനെ അവർ വീണ്ടും അവിടെ ഇരുന്ന് വീണ്ടും ഞങ്ങളെ മണലൊക്കെ ഇങ്ങനെ പോയി എറിഞ്ഞ് വീണ്ടും അവിടെ ഇങ്ങനെ അങ്ങനെ മണലൊക്കെ വാരിക്കൂട്ടുകയാണ്. കുട്ടികൾ നല്ലൊരു എൻജോയ് ആയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചതൊക്കെ തിരമാലകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും വന്ന് അവരിങ്ങനെ ഇങ്ങനെ ഇതാക്കുന്നത് വെള്ളത്തിൽ തന്നെ പുഴിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയതും അവിടെ നിന്നിങ്ങനെ കടൽക്ഷോഭങ്ങളൊക്കെ കണ്ടതൊക്കെ ഒരു കാഴ്ചകളൊക്കെ ആയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അങ്ങനെ കുട്ടികളത് വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തിരമാലകൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരാവുന്ന ഒരുക്കത്തിലാണ് കുട്ടികൾ അങ്ങോട്ട് നോക്കുന്നത്. വന്നോ എന്ന്. അങ്ങനെ ഞങ്ങളെ കേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ പറയുന്നു കുട്ടികൾ. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോഴേക്കും ഇങ്ങനെ അടുത്ത് ലാസ്റ്റാകുമ്പോഴേക്കും ഇങ്ങനെ അവർ കൂട്ടി വെച്ച മണ്ണൊക്കെ ഇങ്ങനെ എല്ലാം കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പിന്നെ ഇങ്ങനെ അവരിങ്ങനെ കൂട്ടി വെക്കുന്നതാണ്. അങ്ങനെ വെള്ളത്തിൽ തന്നെ പിള്ളേർ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മണ്ണൊക്കെ വാരി ഇതാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവർ ഇട്ട ഷൂവും ഡ്രസ്സും ഒക്കെ ഇങ്ങനെ നനഞ്ഞ് വല്ലതും വൃത്തിക്കേടായി. പിന്നെ വണ്ടിയിൽ കയറാൻ പാടായി. ഇങ്ങനെ എല്ലാം ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഷൂ ഒക്കെ അഴിച്ച് വെച്ചാണ് കേട്ടോ പിന്നെ വണ്ടിയിലൊക്കെ കുട്ടികളെ കയറ്റിയത്. തിരമാലകൾ വരുന്നുണ്ട്. അവരിങ്ങനെ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ എടുത്ത് ചാടാൻ നോക്കുകയാണ്. വെള്ളമൊക്കെ വന്ന് കുട്ടികളതിനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഞങ്ങളെ കേക്കൊക്കെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളിങ്ങനെ ഇതാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ലോണം വെള്ളം വന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളം വരുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.